ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. താത്താൻ്റെ വീട്ടിൽ പോയിട്ട് പോരാൻ നിന്ന് ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് തന്നെ ഓണൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം പോരാൻ കഴിഞ്ഞത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടു. കാക്കു ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. കാക്കു വന്നതിന് ശേഷം ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ നിന്നു. ഇസു ആണെങ്കിൽ അതുവരെ ഉറങ്ങിയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നേക്കനെ ഓൻ എണീറ്റ് വന്നത്. അതുകൊണ്ട് ഓന് ചെറുതായിട്ട് ഉറക്കപ്പിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കലൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് വേഗം മാറ്റാൻ നിന്നു. ഞാൻ എൻ്റെ മാറ്റിയപ്പോക്ക് കാക്കു ഇസൂനി മാറ്റിച്ചു കൊടുത്തു. ഞങ്ങളെ താത്താൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് കാക്കുവിന് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോവാണ്ട്. അതുകൊണ്ട് തന്നെ കാക്കു എന്നെ വേഗം ഇസൂനെ മാറ്റിച്ച് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങുമല്ലോ വിചാരിച്ചിട്ട്. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ പിന്നെ ഓരോന്ന് കൊണ്ടുപോകാനുള്ളതും അതും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ ടൈം വെറുതെ തന്നെ പോവും. കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ ഓനൊരു 2-3 കൂട്ട് ഡ്രസ്സ് ഞാൻ എവിടെ പോകുമ്പോഴും എടുക്കലുണ്ട്. ഓന് ഒരു നേരം ഫുഡ് കഴിച്ചാൽ തന്നെ അധികം ഡ്രസ്സിലൊക്കെ ആക്കും. അപ്പോൾ പിന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ മാറ്റാണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ കയ്യിലൊരു 2-3 കൂട്ട് എങ്ങനെയായാലും പിടിക്കലുണ്ട്. പിന്നെ വേഗം ഞങ്ങൾ ഇറങ്ങി. ഇത് പിന്നെ അധികം ബാക്കിൽ തന്നെ കയറുള്ളൂ കാറിൽ. ഓന് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് സുഖമാണ്, എനിക്ക് മുന്നിൽ ഒറ്റയ്ക്ക് ഇരിക്കും ചെയ്യാം. ഇന്ന് പുറത്തിറങ്ങിയപ്പം ഒരു കുഞ്ഞി സൈക്കിൾ ഉണ്ട്, അതാണ് ഓനെടുത്തത് കയ്യിൽ. എപ്പോഴും എന്തെങ്കിലും ഒന്ന് എടുക്കണോണ്ട് ഇന്ന് അതാണ് എടുത്തുകണേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ കുഞ്ഞി സൈക്കിൾമ തന്നെയാണ് കളി. അതൊരു മിഠായിൻ്റെ കൂടെ കിട്ടിയതാണ്. ആ മിഠായി എവിടെ കണ്ടാലും ഓൻ അതന്നെ മേടിക്കുക. ഈ മിഠായി മേടിക്കുന്ന ഓന് മിഠായി കഴിക്കാന്നുള്ള ആഗ്രഹത്തിലൊന്നല്ല, ആ സൈക്കിൾ കിട്ടാനാണ്. പക്ഷെ അത് മേടിച്ചാൽ എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ടയറും പിന്നെ അതേപോലെ ചവിട്ടുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് പോരും. അത് എന്നിട്ട് എപ്പോഴും അത് കുടുക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും ഓനത് ഫസ്റ്റ് ആക്കി കൊടുത്തിട്ടേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എത്താനായപ്പം മിഠായും അതേപോലെ പയൊക്കെ മേടിച്ച് ഇസൂന് ഞാൻ നേരത്തെ കഞ്ഞി എടുത്തുകാണ്ട് ഉറക്കിയതിന് പിന്നെ എണീറ്റിട്ട് ചോറൊന്നും കൊടുക്കാത്തതുകൊണ്ട് അവിടെ ചെന്നിട്ട് പയം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ മേടിച്ചത്. മിൽക്കി ബാറും പിന്നെ എന്തൊരു ബോളിൻ്റെ മിഠായിയൊക്കെ എടുത്തുകണത്. ആ മിൽക്കി ബാറിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇത്. അപ്പോൾ അതൊന്ന് തുറന്നു നോക്കുക എന്താ അതിലുള്ളതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുറന്നതാണ്. ഇസൂനാണെങ്കിൽ കളറിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഓന് കൊടുക്കാൻ പറ്റൂല എന്നുള്ളൂ. കാരണം ഓന് അതൊക്കെ വായിലിട്ട് കണ്ട് ഇങ്ങനെ കടിച്ച് പൊട്ടിക്കുക ചെയ്യുക. പിന്നെ അവിടെ എത്തിയതിനു ശേഷം അകത്ത് കൂടിയും കയറാൻ നിൽക്കണില്ല. പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഇസൊക്കെ മിഠായിയൊക്കെ പൊട്ടിക്കാൻ നിന്നു. ഫസ്റ്റ് ഓക്ക് കൊടുക്കാതെ ഓനെന്നെ ഒറ്റക്ക് പൊട്ടിക്കാൻ നിന്നു. പക്ഷേ ഓനെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഓളെ കൈ കൊടുത്ത് അങ്ങനെ ഓളാണത് പിന്നെ പൊട്ടിച്ചെടുത്തത്. അതിനുശേഷം മിഠായിക്ക് ഓനെന്നെ പകുതിയോളം ഓനെന്നെ ഇക്കാരം കഴിച്ചിക്കുക. അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കനി. ഓന് മിൽക്കി ബാർ നല്ല ഇഷ്ടമൊക്കെയാണ്. ഓനെങ്ങനെ എല്ലാ സാധനമൊന്നും പറ്റൂല, എന്തേലൊക്കെ ഒന്ന് പറ്റി കിട്ടിയാൽ അത് കയ്യോളം ഓന് കിട്ടേണ്ടി വരും. അത് കയ്യോളം വാശി പിടിച്ചുകൊണ്ട് തന്നെ നടക്കും. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ഓന് വേഗം പയൊക്കെ കൊടുത്തു. ഞങ്ങളെത്തിയപ്പം താത്ത പയം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം പയംപൊരിയൊക്കെ എടുത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നു. ചായ എത്തണീൻ്റെ മുമ്പ് തന്നെ പയംപൊരിയൊക്കെ ഏകദേശം തിന്ന് തീർക്കുന്നുണ്ട്. പിന്നെ ചായയും കൂട്ടിയിട്ട് അങ്ങനെ പയംപൊരിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പയംപൊരി. ഇസു പിന്നെ പയംപൊരിയൊന്നും കഴിച്ചില്ല. ഓനാ പയം കഴിച്ചുകൊണ്ട് തന്നെ അതൊന്നും വേണ്ട. പിന്നെ മിഠായി 2-3 ഒക്കെ ഓൻ തന്നെ കഴിച്ചിക്കണ്. കാക്കു പെട്ടെന്ന് തന്നെ പോയി ജീപ്പും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് രാത്രി. ജീപ്പിന് ചെറിയ കേടുണ്ട്, അതൊക്കെ നന്നാക്കിയിട്ട് വേണം വരാൻ. പിന്നെ അളിയാക്കാനെ കൊണ്ട് രാത്രി സീറ്റപ്പിക്കും വേണം ജീപ്പിന്. മുമ്പത്തെ ഒരു സീറ്റില്ല. കാക്കു പോയൊക്കേനെ ഞങ്ങൾ പുറത്തിരുന്നു സിറ്റൗട്ടിൽ. അവിടെ ചെന്നാൽ ഞങ്ങൾ അധിക ടൈമും സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുക. അവിടെ ഇരിക്കാൻ നല്ലൊരു രസമാട്ടോ. പിന്നെ താത്താൻ്റെ മോളും അതേപോലെ ഇസും കൂടി കുറേ പൂവൊക്കെ പറിക്കാൻ പോയി. ഒരു പൂക്കളിടാൻ വേണ്ടിയിട്ട്. ഇസോളെ കൂടെ നടക്കണൊക്കെ ഉണ്ട്. എന്തിനാ പൂ പറിക്കണമെന്നും ഓന് കറക്റ്റായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഓൻ ഇതുവരെ ആയിട്ട് പൂക്കളൊന്നും ഇട്ടിട്ടില്ല. പൂക്കളൊന്നും ഓൻ ശരിക്ക് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഓണം ഇതൊന്നും ഓന് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അതിനുശേഷം പിന്നെ വലിയ താത്താക്ക് വിളിച്ച് അവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന് ഒരു പൂക്കളൊക്കെ ഇടുന്നതൊക്കെ ഒരിക്കങ്ങനെ കാണിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ രണ്ടാളും കൂടി അരിഞ്ഞെടുക്കുകയാണ്. കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചെടുക്കൂല, അങ്ങനെയാണ് ആക്കുന്നത്. അങ്ങനത്തെ ജോലിയൊക്കെ പിന്നെ ഇസുന് നല്ലോണം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓളെ നല്ലോണം ഹെൽപ്പ് ചെയ്യണത്.
ബാക്കി താത്താർക്ക് കുട്ടികളെ കൂടെ നിന്നാണ്ട് അത്യാവശ്യം വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് ഓളെ കൂടെ നിന്നിട്ടുള്ള അധികം വീഡിയോസൊന്നുമില്ല. അത് പറഞ്ഞു കണ്ട് ഓൾ നിൽക്കേനി. മറ്റൊരു കൂടെയൊക്കെ വീഡിയോസ് എന്താ വെച്ചാൽ പാണ്ടിയട്ടത്താണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ കൂടെ എടുക്കും. പിന്നെ അതേപോലെ വലിയ താത്താൻ്റെ വണ്ടൂരത്തെ വലിയ താത്താൻ്റെ ആണെങ്കിൽ ഓരോ വീട്ടിലേക്ക് ഞങ്ങൾ അധികം പോലുണ്ട്. ഓരോ അങ്ങോട്ട് അധികം വരും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. ഇവരത് കുറച്ച് വിട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ചെല്ലലില്ല. അപ്പോൾ ഓളെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സൊക്കെ എടുത്തു കൊടുത്തു. പക്ഷേ ഇസുവിന് ഒരു ഷോർട്സ് എടുക്കാൻ തന്നെ ഭയങ്കര ടൈം വേണം. അപ്പോൾ പിന്നെ 2-3 ഷോർട്സൊക്കെ എടുത്തിട്ടുള്ളൂ തോന്നുന്നു. അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പൂക്കളൊക്കെ ഇടുകയാണ്. മുറ്റത്ത് ചെറുതായിട്ടും മഴ പാറ്റുണ്ട്. പിന്നെ അവിടെ ഇട്ടാൽ അത് പുറക്കിയെടുക്കാനൊക്കെ ഗതികേടായിക്കാരെന്ന് വിചാരിച്ചിട്ട് അവിടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് തന്നെ ഒരിടണത്. പിന്നെ ഉള്ളിൽ നീളത്തിലിട്ടത് പൂവില്ല എന്ന് പറഞ്ഞിട്ട് നീളത്തിലാരും പൂക്കൾ ഇടൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് പിന്നെ മാറ്റിയിട്ട് റൗണ്ടിലാക്കിയെടുത്തു. ഇത് തിരുവോണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഇക്കൊല്ലത്തെ ഓണാഘോഷം ഇതായിരുന്നു കേട്ടോ. ചില പ്രാവശ്യമൊക്കെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ സദ്യയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇസുവിന് ഏതായാലും പൂക്കളിടണമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിക്കണ്. ഓനിത് എന്താണെന്നും മനസ്സിലായിട്ടില്ല. ഓനിങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിലത്തൂടെ പരത്തിയോണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കലുണ്ട്. അതേപോലെ പൂവുകൊണ്ടും ഇടുക എന്നുള്ള രീതിയിലാണ് ഓൻ ചെയ്യണത്. എന്നാലും ഓൻ കാട്ടുന്നുണ്ടാലും നല്ലോണം പൂക്കളൊക്കെ ഇട്ടുകാണ്ട് പരിചയമുള്ള പോലെയാണ്. നടുക്കത് വെച്ചിട്ട് റൗണ്ടിലിടുക ചെയ്യലെന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ നല്ലതിലേക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതാ വടംവലിയാണ്. അളിയാക്ക വന്നപ്പോൾ ഒരു കയറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വടംവലി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അളിയാക്കാൻ ഓന് ഭയങ്കര കാര്യമാണ്. അളിയാക്ക ഇങ്ങനെ നല്ലോണം ഓൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടും. അടുത്തത് ഇതാ മോളൂസിൻ്റെയും അതേപോലെ ഇസുവിൻ്റെയും കൂടിയുള്ള വടംവലിയാണ്. അപ്പോഴൊക്കെ രാത്രിക്കണ് അത്യാവശ്യം ടൈമൊക്കെ കഴിഞ്ഞ്. അതിനുശേഷം പിന്നെ താത്ത ചിക്കൻ പൊരിക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് നിന്ന്. ഇസു ആണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വീടിൻ്റെ സാധനമുണ്ട് മോളൂസിൻ്റെ കയ്യിൽ. അതും അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓൻ മര്യാദക്ക് തൊട്ടാൽ അത് പൊട്ടാനുള്ളതേ ഉള്ളൂ. ഓനാണെങ്കിൽ ഓൻ്റെ സൈക്കിൾ അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ട് അത് അത്യാവശ്യം ഇളകിപ്പോന്നു. അപ്പോഴൊക്കെ ഓക്ക് നല്ലോണം ദേഷ്യം വന്നിക്കണ്. ഓളാണെങ്കിൽ അത് കേടെടുത്താതെ നല്ലതിലേക്ക് കൊണ്ടടക്കണമെങ്കിൽ ഓളെ പുതിയ വീട് കയറ്റിയിട്ട് അവിടെ ഷോക്കേസിൽ വെക്കാനെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ കൊണ്ടടക്കുന്നതാണ് ഇസു അത് ഇളക്കിയെടുത്തത്. താത്ത പപ്പടം പൊരിച്ചപ്പോൾ ഞാൻ ഇസുവിന് ഫുഡ് കൊടുത്തീനി. ഓന് പപ്പടം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കൊടുത്തു. അളിയാക്കിയും അതേപോലെ കാക്കൊന്നും വന്നില്ല. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നു. കാക്കു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ജീപ്പും കൊണ്ട് വരുന്നത്. പിന്നെ അളിയാക്കിയും കാക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് അതിനുള്ള സീറ്റൊക്കെ റെഡിയാക്കി. ഞങ്ങളപ്പൊക്ക് വേഗം ഉറങ്ങിയിരുന്നു. 3 മണിയൊക്കെ ആയപ്പോഴാണ് വണ്ടി റെഡിയാക്കി കഴിയുന്നത്. എത്ര ടൈമായിട്ട് റെഡി ആയാലും ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിരിക്കണ്. പക്ഷേ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്താ അറിയില്ല, വണ്ടി ഷാർട്ടാകണില്ല ഇനി. അപ്പോൾ കാക്കു അവിടെ തന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ട് പിന്നെ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് അളിയാക്കാൻ്റെ ഫ്രണ്ടും അതേപോലെ കാക്കുവൊക്കെ വണ്ടി ഉന്തിയാണ്ട് അങ്ങനെ ഷാർട്ടായി. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു. ഏതായാലും നിൽക്കാൻ പ്രതീക്ഷിക്കാതെ തന്നെ നിൽക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.